2020 മാർച്ച് മാസത്തിലാണ് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് വരുന്നത്. അതിനെ തുടർന്ന് 2025 ജനുവരി മാസം 27-ാം തീയതിയാണ് ഞാൻ BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് നോമിനേഷൻ കൊടുക്കുന്നത്. 2020 മാർച്ച് മാസം മുതൽ 2025 ജനുവരി 27 വരെയുള്ള ഏത് പീരീഡിലാണ് യുവമോർച്ചയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയെന്ന് ആൾ അറിഞ്ഞേക്കൊള്ളാം. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെ എപ്പോഴാണ് യുവമോർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. പുള്ളി ഇനി പുതിയ എന്തെങ്കിലും സംഭവങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. നാളെ പുള്ളിയുടെ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ല. എന്തേലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല. അപ്പോൾ അതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലോട്ട് കൂടുതലോട്ട് പോകും. അതുകൊണ്ട് എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതിന് പറയുന്നില്ല. അല്ല, സന്ദീപ് തൃശ്ശൂരിനകത്ത് ഇപ്പോൾ എടുക്കാൻ ചെറുക്കായിട്ട് അയാൾ എന്തൊക്കെയോ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞതിന് അവിടെയുള്ള നേതൃത്വം പോലും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു തവണ ക്ലോസറ്റിലോട്ട് ഒരു മാലിന്യോട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞു, അതവിടെ പോയി. വീണ്ടും വീണ്ടും ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഒരു മറുപടി അയാൾ അർഹിക്കുന്നില്ല. ഞാൻ അതിനോട് പ്രത്യേകിച്ച് വേറൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.